അട്ടപ്പാടി മധു വധക്കേസിൽ 12 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷയും ഒപ്പം തടവും ഒപ്പം 50,000 രൂപ പിഴയും വിധിച്ചു എന്ന ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് ഈ സമയത്ത് പങ്കുവയ്ക്കാനുള്ളത്. 16-ാം പ്രതിക്ക് 1 വർഷം തടവ്. 16-ാം പ്രതി നേരത്തെ 3 മാസം മാത്രമായിരുന്നു 16-ാം പ്രതിക്കുണ്ടായിരുന്ന ശിക്ഷ. പക്ഷേ അത് ഹൈക്കോടതി അത് വർദ്ധിപ്പിക്കുകയാണ്. 1 വർഷത്തേക്ക് ആ ശിക്ഷ 1 വർഷത്തേക്കായി മാറ്റുന്നു. അതോടൊപ്പം തന്നെയാണ് 12 പ്രതികൾക്ക് ജീവപര്യന്തം. നേരത്തെ വിചാരണ കോടതി 7 വർഷത്തെ തടവായിരുന്നു വിധിച്ചിരുന്നത്. അത് ജീവപര്യന്തം തടവ് എന്ന രീതിയിലേക്ക് ആ ശിക്ഷ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. വളരെ സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. 2018 ഒക്ടോബർ 22-നായിരുന്നു അട്ടപ്പാടി ചുണ്ടക്കിയൂരിലെ മല്ലൻ്റെയും മല്ലിയുടെയും മകൻ മധുവിനെ ആൾക്കൂട്ടം തടഞ്ഞു വെച്ച് കൊലപ്പെടുത്തിയെന്നുള്ള സാഹചര്യം ഉണ്ടായത്. അരിയും പലചരക്ക് സാധനങ്ങളും മോഷ്ടിച്ചു എന്നതടക്കമുള്ളതായിരുന്നു ഈ മധുവിന് മേൽ അന്ന് ചുമത്തിയിരുന്ന കുറ്റം എന്നുള്ളതാണ് അവിടെ ആളുകൾ ആരോപിച്ചിരുന്നത് എന്നുള്ളത് അങ്ങേയറ്റം സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കേരള ജനത ഒന്നാകെ വലിയ ഞെട്ടലോടെ കേട്ട ഒരു വാർത്ത കൂടിയാണ് മധു വധക്കേസ്. കേരളത്തിന്റെ ആഗ്രഹിച്ച ഇതിപ്പോ 3 ജീവപര്യന്തമാണ് കിട്ടിയിട്ടുള്ളത്. കൺകറന്റിലി മാത്രം അനുഭവിച്ചാൽ മതി. 30 ലക്ഷത്തിൻ്റെ നഷ്ടപരിഹാരവും ഇരയ്ക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 1-ാം പ്രതിയെ വെറുതെ വിട്ടതിൽ സമരസമിതിയും കുടുംബവും ആലോചിച്ച് ഗവൺമെൻറ്റുമായിട്ട് ആലോചിച്ച് നമ്മൾ സുപ്രീം കോടതിയിൽ ഇതിന് അപ്പീൽ പോകും. 12 പ്രതികൾക്കാണ് 3 ജീവപര്യന്തമായിട്ട് കൊടുത്തിട്ടുള്ളത്. 4ഉം 11 പ്രതികളെ കീഴ്ക്കോടതി നേരത്തെ വെറുതെ വിട്ടതാണ്. 16-ാമത്തെ പ്രതിയാണ് ഒരു സിമ്പിൾ ഇംപ്രിസൺമെൻറ്റ് കൂടി ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു മികച്ച സന്ദേശമാണ്. 1-ാം പ്രതിയെ വെറുതെ വിടുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ സമൂഹത്തിന് മോശപ്പെട്ട ഒരു സന്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ 12 പേർക്ക് 3 ജീവപര്യന്തം കൊടുത്തത് വഴി മറ്റൊരു സന്ദേശം കൂടി ഈ സമൂഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പരിഷ്കൃത സമൂഹത്തിനെതിരായിട്ടുള്ള ഒരു കുറ്റകൃത്യമായതുകൊണ്ട് വിക്ടിം അപ്പീലിൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ആവശ്യപ്പെട്ടത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം എന്നാണ്. എന്നിരുന്നാലും 12 പേർക്കെങ്കിലും 3 ജീവപര്യന്തം കൊടുത്തു എന്നുള്ളത് ഈ നിയമ പോരാട്ടത്തിൻ്റെ വലിയ വിജയമാണ്. അതിലെ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് PV ജീവേഷ്, അതുപോലെ തന്നെ എൻ്റെ ഒപ്പമുള്ള രാജേഷ് മേനോനും, അതുപോലെ തന്നെ മറ്റു പുറയിൽ നിന്നിട്ടുള്ള എല്ലാവരും ഇതിനെ സമരസമിതിയൊക്കെ വളരെ ഇതിന് അഹോരാത്രം പണിയെടുത്ത ആളുകളാണ്. ഇതിലൊരു കാര്യം പറയാം. ഈ ചാനലുകാരുടെ അല്ലെങ്കിൽ മീഡിയാസിൻ്റെ വലിയ ഇടപെടലാണ് ഈ കേസിനെ വലിയ ഒരു സോഷ്യൽ മൂവ്മെൻ്റായിട്ട് കേരളത്തിൽ മാറ്റിയത്. അതുകൊണ്ട് ഈ മീഡിയാസിനെ പ്രത്യേകമായി ഞാൻ ഒരു മനുഷ്യൻ എന്ന നിലയിലും അഭിഭാഷകൻ എന്ന നിലയിലും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. മറ്റൊരു കാര്യം, ഈ കേസിൽ സർക്കാർ പൂർണ്ണ പരാജയമായി. ഏത് സർക്കാർ എന്ന് പറയുമ്പോൾ ആ നിലനിന്ന സർക്കാർ. കാരണം 1989 ഇന്ത്യൻ പാർലമെൻറ്റ് നടപ്പിലാക്കിയ ഒരു നിയമമുണ്ട്, പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റി അഗെയിൻസ്റ്റ് SC/ST ആക്ട്. ആ ആക്റ്റിൽ 6-ാമത്തെ പാഠഭാഗത്തിൽ 15A-യിൽ 11H-ൽ പറയുന്ന ഒരു ആക്ട് അന്നത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും പോലീസും എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് 24 സാക്ഷികൾ കൂറുമാറിയത്. അതുകൊണ്ടാണ് ഈ താഴെ കോടതിയിൽ തന്നെ ഇത് ഒരു മോശപ്പെട്ട ശിക്ഷയിലേക്ക് പോയത്. അതുകൂടെ ഇന്ത്യൻ ഹോം മിനിസ്ട്രി വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ആക്ട് 2018 നടപ്പിലാക്കിയിരുന്നു. പക്ഷേ ഇതൊന്നും അന്നത്തെ സർക്കാരോ പോലീസോ അത് നടപ്പിലാക്കാൻ ശ്രമിച്ചില്ല. അതുകൊണ്ടാണ് മോശപ്പെട്ട വിധിയിൽ അന്ന് കീഴ്ക്കോടതിയിലുണ്ടായ സംഭവം. ഇനിയിപ്പോൾ ഇന്ന് അപ്പീൽ പോകാൻ പോകുന്നത് 1-ാം പ്രതിയുടെ കാര്യത്തിൽ മാത്രമാണ്. 1-ാം പ്രതിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടതാണ്. കാരണം ലോകത്തെ ഏറ്റവും വലിയ വികാരമെന്ന് പറഞ്ഞാൽ വിശപ്പാണ്. ആ വിശപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചേർത്ത് നിർത്തണം. നമ്മൾ കോവിഡ് കാലത്ത് ആദ്യം കിളികൾക്കും
ആദ്യം തെരുവോട്ടികൾക്കും മറ്റു ജീവികൾക്കും ഭക്ഷണമാണ് ആദ്യം കൊടുത്തത്. എന്നിട്ടാണ് മനുഷ്യരായ മലയാളികൾ നമ്മൾ കഴിച്ചത്. അതുകൊണ്ട് ഇത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുത്തിട്ടാണ് ഈ സമൂഹത്തിന് വലിയൊരു സന്ദേശം കൊടുക്കേണ്ടത്. ഒന്നാം പ്രതിയെ ഈ കേസിൽ ഒന്നാമത് ഡിജിറ്റൽ എവിഡൻസിനെ മാത്രം ആശ്രയിച്ചാണ് കേസ് മുന്നോട്ട് പോകുന്നത്. അതിൽ മുക്കാലി ജംഗ്ഷനിൽ വെച്ച് അവിടുത്തെ ശ്രീരാഗ് ബേക്കറി 14-ാം പ്രതിയുടെ ബേക്കറിയിലെ CCTV ക്യാമറയിലാണ് ഒന്നാം പ്രതി മധു എന്ന് പറയുന്ന നിരാലംബനായ പ്രതികരിക്കാൻ കഴിയാത്ത ആളെ ആഞ്ഞു ചവിട്ടുന്നത്. പക്ഷേ ഈ ആഞ്ഞു ചവിട്ടുന്നത് ആൾക്കൂട്ടത്തിൻ്റെ നടുവിലായതുകൊണ്ട് അത് നമുക്കും കാണാം,